ഇന്നലെയും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭാവിയിൽ നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതിന് വേറെ ത്രികാലജ്ഞാനോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് കോമൺ സെൻസും വേണം. സമസ്ത പ്രപഞ്ചത്തിനോട് സ്നേഹം വേണം. നമ്മുടെ കുഞ്ഞിനോടും നമ്മുടെ ശരീരത്തിനോടും ആ ഒരു സ്നേഹം വേണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വിഡ്ഢികളെ ഭയപ്പെടാതെ ഇരിക്കണം. ഓക്കെ, ഇവിടുത്തെ ഈ പറയുന്ന സിനിമാ നടന്മാരാണെങ്കിൽ, ഈ പറയുന്ന വലിയ വലിയ കോടീശ്വരന്മാരായ ബിസിനസ് ആൾക്കാരാണെങ്കിൽ, ഇവരെല്ലാവരും ആ ഒരു അപ്പൂമാരെ ഭയന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഇന്നോ നാളെയോ മരിക്കാൻ നിൽക്കുന്ന ആ ഒരു വിഡ്ഢികളെ ഭയന്ന് നിൽക്കുന്ന ഒരു പവറുള്ള ആൾക്കാർ. അതായത് പണത്തിന്റെ പവർ മാത്രം. ഓക്കെ, അല്ലാതെ മനക്കരുത്തോ ശക്തിയോ കാര്യമൊന്നുമല്ല. ഈ സിനിമയിലെല്ലാം ഡമ്മി ഹീറോസ് അവരല്ല, അല്ലെ? നേരിട്ടൊരു പ്രശ്നം വന്നാൽ പോലും അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഈ പറയുന്ന ബിസിനസ് ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ആ ഒരു കോട്ടും കാര്യങ്ങളും ടെലിയായിട്ട് നടക്കുന്നു. അതായത് ഹ്യൂമാനിറ്റി ഇല്ല, മനുഷ്യത്വം ഇല്ല. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെയും അതെ ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും റെസ്പോണ്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. കാരണം എന്റെ ധൈര്യം ഇല്ലെങ്കിൽ ഇവനെ നാളെ കൊല്ലും. ഓക്കെ, അതായത് ഈ സമസ്ത പ്രപഞ്ചത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് ഇവനും അവരുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ശുദ്ധമായ ഭക്ഷണവും എല്ലാം ഞാൻ കൊടുക്കും. ഓക്കെ, ഞാൻ കൊടുത്തിരിക്കും. അതിന് ദൃഢമായ പ്രതിജ്ഞ തന്നെയാണ്. എന്നാൽ മാത്രമേ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി അസുഖവും എല്ലാം മാറും. ഓക്കെ, കാരണം ഈ കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ തന്നെ അവർ ഇംഗ്ലീഷുകാരൊരു വാക്സിൻ കുത്തിവെക്കും. ഓക്കെ, അതെല്ലാം മാറ്റണം. അതെല്ലാം ഒരുപാട് കൺട്രീസ് എല്ലാം നിർത്തി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓസ്ട്രേലിയ, ജർമ്മനി, ഈ പറയുന്ന ഗ്രീസ്, ഫ്രാൻസ്, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു. ഓക്കെ, പക്ഷെ ഈ കുഞ്ഞ് ഇപ്പോഴും കാണും. ഓക്കെ, അതായത് ഇവർ ഇങ്ങനെ ഇരുന്ന് കാണും. എനിക്ക് ഇവനെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഏതൊരു കല്യാണ വീട്ടിൽ പോയാലും ഇതുപോലെ കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാവിധ ശരീരത്തിലെ റേഡിയേഷൻ കേട്ടുന്ന രീതിയിൽ അവരിത് കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, അതെല്ലാം ഭാവി ഇല്ലാതാക്കും, 100% ഉറപ്പുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഡെവലപ്ഡ് കൺട്രീസ് അതെല്ലാം ബാൻ ചെയ്തത്. പക്ഷെ ഇന്ത്യ ഇപ്പോഴും ആ ഒരു കുഴി തന്നെയാണ്. ഓക്കെ, അതിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രി ആ വിഡ്ഢിയെല്ലാം പിന്നെയും റഷ്യ എന്നെല്ലാം രാസവളം ഇറക്കാൻ പോകുന്നു. ഓക്കെ, ഈ പറയുന്ന ഇവിടുത്തെ അഗ്രികൾച്ചർ ഫീൽഡ് തന്നെ ഇല്ലാതാക്കി അവർ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇതെല്ലാം ഇല്ലാതാക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ നാളെ പോകുമ്പോൾ ഞാൻ വീഴും. ഈ പറയുന്ന പിണറായി വിജയനോ ഈ പറയുന്ന മന്ത്രിമാരോ ഒന്നും അല്ല ഇനി അവിടെ കൂടി പോകേണ്ടത്. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുമാണ് അവിടെ പോകേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഈ പറയുന്ന വിഡ്ഢികളായ ആൾക്കാർ ഈ ഒരു മൺകെട്ട വെച്ച് പണിതീർത്തുന്നു. ഓക്കെ, അപ്പൊ ഈ വിവേക ബുദ്ധി വേണം. അതായത് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, തെറ്റ് എവിടെയാണോ കണ്ടത് അത് തെറ്റാന്ന് തന്നെ പറയണം. സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം വീട്ടുകാരാണെങ്കിലും സ്വന്തം നാട്ടുകാരാണെങ്കിലും. ഓക്കെ, അതായത് ഈ ഒരു വീട് പണിയുമ്പോൾ ഞാൻ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നോ അതുപോലെ തന്നെ നാട്ടിൽ എന്ത് പണിയുമ്പോഴും ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ വിട്ടിത്തരങ്ങൾ വരും. എന്നിട്ട് അവർ പറയും സെൻട്രലാണ്, സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ആണ്. ഇവരെല്ലാം നമ്മുടെ പണം കൊണ്ട് ജീവിക്കുന്ന വേറെ സ്ലേവ്സ് ആണ്. അപ്പൊ സ്ലേവ്സ് പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാവും. ഓക്കെ, പക്ഷെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ ഇത് കേട്ടില്ലേ, ഇതെല്ലാം നമ്മളെ തന്നെ അഫക്ട് ചെയ്യുള്ളൂ. അതായത് സ്വന്തം വീട് പോലെ തന്നെ സ്വന്തം നാട് പോലെ തന്നെ ഇതെല്ലാം നമ്മുടെ സ്വന്തം തന്നെയാണ്. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇതൊന്നും ആരുടെ ഔദാര്യമൊന്നും അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഈ പറയുന്ന ഒരു 25 വയസ്സുള്ളൊരു യുവാവാണെങ്കിലും ഞാൻ ഇതെല്ലാം റെസ്പോണ്ട് ചെയ്യും. കാരണം ഞാൻ റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഇനിയും വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, മാക്സിമം നശിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിലും അത് അവർ പൊട്ടിക്കും, നമ്മൾ വെള്ളം മുങ്ങിച്ചാവും. കാരണം സമസ്ത പ്രപഞ്ചത്തിലും ഭൂകമ്പവും എല്ലാം നടന്നുകൊണ്ടിരിക്കണേ. പക്ഷെ അതൊന്നും ഇവിടെ അറിയുന്നില്ല. ഓക്കെ, അപ്പൊ അതെല്ലാം ഇല്ലാതാക്കുക തന്നെ ചെയ്യും.